ഹലോ ഗൈസ്, ഇത് വിഷുവിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല തറവാട്ടിലും വിഷുക്കണി ഒരുക്കേണ്ട പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങളത് പരിപാടികളൊക്കെ തുടങ്ങി വരണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തറവാട്ടിൽ കണി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്ന് കണി വയ്ക്കുക. അപ്പോൾ അത് കുറച്ച് ക്രിയേറ്റിവിറ്റി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തൂക്കിയിട്ടതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് കൃഷ്ണനൊക്കെ സെറ്റാക്കി വിരിയൊക്കെ വിരിച്ച് സെറ്റാക്കി ഒക്കെ കണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ കിടക്കാൻ തന്നെ കണി കാണാൻ നമ്മൾ നീക്കുന്ന സമയത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നെയാണ് കേട്ടോ. കാരണം അത്ര ലേറ്റാവും. എന്തുകൊണ്ടാണ് അറിയില്ല. പ്രത്യേകിച്ച് അതിൽ കണി വെച്ചാൽ കാണാനൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ കിടക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റാവും. അവിടെ വെച്ച് ഇങ്ങനെ വെച്ച് ശരിയാവില്ല, ഇത് രസമല്ല മാറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ടോ കിടക്കുക. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. കുറേ പൈസ കിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാവില്ലേ. ഇതിൻ്റെ സൗണ്ട് ഞാൻ കുറച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഇത് ഞങ്ങൾ അച്ഛൻ കുന്നംകുളത്തുനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ച് ചക്കറാട്ടോ. ഇതിൽ 2-3 എണ്ണെങ്കിലും പൊട്ടി തെറിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വിഷുവിന് വെച്ച് ഞങ്ങളുടെ വീട്ടിൽ കണിയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞാൽ തറവാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും കൂടിയിട്ടാട്ടോ പടക്കും പൂത്തിരി എല്ലാം കത്തിക്കുക. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ആ സമയമൊക്കെ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, എന്നത്തെയും പോലെ അല്ലല്ലോ വിഷു എന്ന് പറയുമ്പോൾ. വിഷുവിൻ്റെ 2 ദിവസം മുന്നേ ആയാലും വിഷു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. വിഷു കാത്തിരിക്കുക ഒരു രസമാണല്ലേ. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി മത്സരിച്ച് പൂത്തിരി കത്തിക്കുന്നതായിട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ സത്യം പറയട്ടെ, കുറേ സാധനങ്ങൾ നമ്മൾ പൂത്തിരി മാത്രമാണ് സത്യത്തിൽ ധൈര്യത്തിൽ കത്തിക്കാൻ പറ്റിയത് കേട്ടോ. അതെല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്. പൊന്നൂസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. തറവാട്ടിലും പൂത്തിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ തറവാട്ടിൽ അവരവിടെ പോയി കത്തിക്കുക, ഞങ്ങളിവിടെ കത്തിക്കുക, വലിയ രസമൊന്നുമില്ല. എല്ലാവരും കൂടിയിട്ട് ആഘോഷിച്ച് കത്തിക്കുമ്പോൾ ഭയങ്കര രസം തന്നെ. ആർപ്പും വിളിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസം തന്നെയല്ലേ. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ തലേ ദിവസത്തെ വീഡിയോ ഉണ്ടോ, തലേ ദിവസത്തെ പൊട്ടിക്കലാണ് ഈ കാണുന്നത്. ഇനി പിറ്റേ ദിവസം രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടുള്ള അച്ഛൻ്റെ ഷോഫാണ് ഈ നിങ്ങൾ കാണുന്നത്. വെറുതെ ഇനിയിപ്പോൾ അച്ഛന് ഇത് ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇടാനും ആൾക്കാർ കഴിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഷോഫാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കാണുന്നോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഈ മുടി ഞാനാണ് കേട്ടോ വെട്ടി കൊടുത്തത്. അച്ഛൻ്റെ ബാർബർ കൊറോണയ്ക്ക് ശേഷം ഞാനാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ, വിഷുവിന് രാവിലെ വിഷു കൈനീട്ടൊക്കെ കിട്ടി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അമ്മമ്മ എല്ലാവർക്കും വിഷുവിൻ്റെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കും കേട്ടോ. എല്ലാ മക്കൾക്കും ഡ്രസ്സ് എടുക്കും. അപ്പോൾ വലിയ പൈസ ഡ്രസ്സൊന്നുമല്ല, ചെറിയ നൈറ്റ് ഡ്രസ്സോ ചെറിയ എന്തെങ്കിലും ടോപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഇടണം അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് അവരൊക്കെ വിഷുക്കൈനീട്ടം വാങ്ങിച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മയും തരുന്ന വിഷുക്കൈനീട്ടമൊക്കെ വാങ്ങിച്ച് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കുളിച്ച് റെഡിയായി വന്ന് അമ്മമ്മയും മുത്തശ്ശനും അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്കൊക്കെ വിഷുക്കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കുന്നതായിട്ടത് കാണുന്നത്. ഇവിടെ വന്ന് എല്ലാ വിഷുവിനും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വരും, എല്ലാവരും വിഷുക്കൈനീട്ടമൊക്കെ കൊടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ചായ കുടിക്കും പോകും. നല്ല രസമാണ് കേട്ടോ പ്രൊസീജിയർ എന്ന് വെച്ചാൽ. ഇതെന്താ സംഭവം അറിയും, ഇത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തോന്നല്ല കേട്ടോ. ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വിഷു കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി 5 മണിക്ക് ശേഷം ഇവിടുത്തെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. അത് ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ കാത്തിരിക്കും. നമ്മുടെ അച്ഛൻ്റെ അനിയത്തിയും അളിയനും അവരൊക്കെ, അച്ഛൻ്റെ അളിയനും എക്സ് മിലിറ്ററിയാണ്. അപ്പോൾ കോട്ടയും ഇതൊക്കെ വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അവർ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ വന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കത്തിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും കൂടി ആർപ്പും വിളിയും കൂടിയിട്ട് ഭയങ്കര രസമാവും കേട്ടോ. വിഷുവിൻ്റെ രാത്രി അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കളിയും ചെറിയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങും കേട്ടോ ഒരു തലയ്ക്കുന്ന പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ ഭയങ്കര മറക്കാനാവാത്ത ഓർമ്മകൾ എന്നൊക്കെ പറയില്ല. ഞാൻ എല്ലാ വിഷുവിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റേജിൽ പോണത്. ഇതന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോണത്. കണ്ടിന്യൂ ചെയ്ത് പോകണം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇപ്പോൾ നോക്കി അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം. പക്ഷേ നമുക്കങ്ങനെ ദൂരെയാണ് നമ്മുടെ വീടെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കൊണ്ട് വന്ന് നിൽക്കാനും വെക്കേഷനൊക്കെ വന്ന് നിൽക്കാനൊക്കെ ഭയങ്കര രസമല്ലേ ഉണ്ടാവുക. ഇതിപ്പോൾ എന്താ തൊട്ട് താഴെ ആയതുകൊണ്ട് ഒരു 100 മീറ്റർ പോലും ഇല്ല കേട്ടോ അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ പോയി സത്യം നിൽക്കാറേ ഇല്ല. പക്ഷേ അച്ഛൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ദൂരമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെക്കേഷൻ ആയാലും ലീവുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാനും, അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ കസിൻസ് ഉണ്ട്, കുറേ ഏട്ടന്മാരുണ്ട്. അപ്പോൾ ഭയങ്കര രസമാവും കേട്ടോ. അപ്പോൾ അവിടുത്തെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കാനും ഇതാകാനൊക്കെ തുടങ്ങിയത്. എനിക്കങ്ങനെ വർത്തമാനം പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വായ്പൂട്ട് അടിക്കാൻ കുറവൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ കുറേ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടന്മാരുടെയും കസിൻസിൻ്റെ ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാറുണ്ടല്ലോ ഈശ്വര, ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. കാരണം ഭയങ്കര രസമാണ് കളിയും ചെറിയും പൊട്ടത്തര
പൊട്ടിത്തെറിങ്ങളും തല്ലൂട്ടും കാര്യങ്ങളിട്ട് എന്ത് രസമായിരുന്നു അറിയോ ഓരോ ദിവസങ്ങളും. കല്യാണത്തിന് കൊറോണ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊക്കെ എന്നാലും ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ആ ഭാഗത്ത് തന്നെ അടുത്തടുത്ത് തന്നെയാണ്. ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തുടങ്ങിയാൽ മതിയായിരുന്നു ഇപ്പോൾ ആലോചിക്കുന്നു. അപ്പോൾ ഇതും അറിഞ്ഞുകൊണ്ട് എടുക്കുകയല്ലേടെ വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് വീഡിയോ എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ നന്നായി ഷോർട്സ് റീൽസും കാണുന്ന ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. അപ്പോൾ ഇതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എന്തൊക്കെയാണ് അവിടെ അവസ്ഥ. അപ്പോൾ മേമ അവിടെ ഇരിക്കുന്നുണ്ട്. മേമയ്ക്ക് ഭയങ്കര പേടി എന്താണെന്ന് വെച്ചാൽ ഈശ്വര 10 മണി പോകും. കാരണം നല്ല രസമാണ്. മേമയുടെ വീട്ടിൽ കയറി ചെല്ലിനോടത്ത് തന്നെ അച്ഛൻ എന്തൊക്കെയോ കോപ്പറയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ചെടികളും മേമ നന്നായി നോക്കും ചെയ്യും കേട്ടോ. 10 മണി പല പല കളർ 10 മണികളും ഒക്കെ രാവിലെ കേട്ടോ നല്ല രസം. ഒരു 10 മണിക്ക് ശേഷം ആ 10 മണി പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വെക്കുന്നതാണ് എന്ത് രസമാണെന്ന് അറിയും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വിഷു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ കിടക്കാൻ തന്നെ 12 1 മണിയാവും കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ, ഹാപ്പി വിഷു.